Welcome to my classroom, Design of Hydraulic Structures. Hi everyone, this is Lakshmi from SNIT Ardoor. Here we discuss about the topic gravity dam. It includes joints in a gravity dam, various components like shear key and water stops, and what is gallery and different types of gallery. Joints in a gravity dam. Okay, gravity dam joints ആണ്. ഡാം കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഇൻ ബ്ലോക്സ് ആയിട്ടാണ്. ദ കോൺക്രീറ്റിംഗ് ഓഫ് ഡാം ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ബ്ലോക്സ്. ശരിക്കും ഈ ബ്ലോക്സിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഡാം ആൻഡ് നെസസിറ്റി ഓഫ് കോൺട്രാക്ഷൻ ജോയിൻറ്റ്സ് റിക്വയർഡ് ഫ്രം ദ കൺസിഡറേഷൻ ഓഫ് ക്രാക്കിംഗ് ഓഫ് കോൺക്രീറ്റ്. നമ്മുടെ ഓരോ ബ്ലോക്ക് ആയിട്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റിംഗ് ഓഫ് ഡാം ചെയ്യുന്നത്. ഈ ഡാം സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ പോർ ചെയ്യുകയാണ്. സോ ഒരു ലെയർ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ലെയറിൽ നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്യുന്നത്. സോ അഡീഷണൽ കെയർ നമ്മൾ അവിടെ എടുത്തിരിക്കണം. സോ കെയർ മസ്റ്റ് ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ദ ഇൻഡിവിജ്വൽ ഡാം സെക്ഷൻസ് ഫ്രം ഡ്രൈയിങ് ആക്ഷൻ. ഇനി നമ്മൾ ഇതിന്റെ ഷട്ടറിങ്, ആഫ്റ്റർ ഷട്ടറിങ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാറ്ററൽ സർഫസിൽ നമ്മൾ ആസ്ഫാൾട്ടിക് എമൽഷൻ പെയിന്റ് വെച്ചിട്ട് പെയിന്റ് ചെയ്തിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ട് സെക്ഷൻസ് തമ്മിലുള്ള അഡ്ഹറൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്തിരിക്കണം. ഇനി നമ്മുടെ ഡാമിലേക്ക് പോവാം. ഇതാണ് ഡാം സെക്ഷൻ. ഡാം സെക്ഷന്റെ ലെങ്ത് ആണിത്, ലെങ്ത് ഓഫ് ദ ഡാം. ദിസ് ഈസ് ഹൈറ്റ് ഓഫ് ദ ഡാം. ആൻഡ് ഇതിനകത്ത് നമുക്ക് വേർട്ടിക്കൽ ജോയിൻസും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ജോയിൻസും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ലെയർ ആയിട്ടാണ് കോൺക്രീറ്റിങ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ വേർട്ടിക്കൽ ജോയിൻസും ഹൊറിസോണ്ടൽ ജോയിൻസും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. വേർട്ടിക്കൽ ജോയിൻസിനെ നമ്മൾ പറയുന്ന ട്രാൻസ്വേഴ്സ് ജോയിൻസ് എന്നും ഹൊറിസോണ്ടൽ ജോയിൻസിനെ നമ്മൾ പറയുന്നത് ലോങ്റ്റിറ്റ്യൂഡിനൽ ജോയിൻസ് എന്നുമാണ്. ഓക്കെ, ആൻഡ് ഇനി ഞാൻ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൊറിസോണ്ടൽ ജോയിൻസ്. ഹൊറിസോണ്ടൽ അല്ലെ ലോങ്റ്റിറ്റ്യൂഡിനൽ ജോയിൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് ഹൊറിസോണ്ടൽ ഓർ ലോങ്റ്റിറ്റ്യൂഡിനൽ ജോയിൻസ്. ആൻഡ് ദിസ് ഈസ് വേർട്ടിക്കൽ ജോയിൻസ്. ഇതാണ് വേർട്ടിക്കൽ ജോയിൻസ്. ശരിക്കും ഈ വേർട്ടിക്കൽ ജോയിൻസ് അതായത് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാമിന്റെ ലെങ്തിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഓരോ വേർട്ടിക്കൽ കാന്റിലിവർ ആയിട്ടായിരിക്കും, നമ്പർ ഓഫ് വേർട്ടിക്കൽ കാന്റിലിവേഴ്സ് ഫോം ചെയ്യും. ഇതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഡാം. സോ ഇതൊരു സെക്ഷൻ, അങ്ങനെ ത്രൂ ഔട്ട് ദ ലെങ്ത്തിൽ വേർട്ടിക്കൽ ജോയിൻസ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ വേർട്ടിക്കൽ ജോയിൻസിനെ വെച്ചുകൊണ്ടായിരിക്കും ഹൊറിസോണ്ടൽ ജോയിൻസ് സ്റ്റാഗേർഡ് ആയിട്ട് ഫോം ചെയ്യും. ഇവിടുന്ന് വിട്ട് വൈസ് ആയിരിക്കും ഹൊറിസോണ്ടൽ ജോയിൻസ് ത്രൂ ഔട്ട് ദ ഹൈറ്റിൽ ഹൊറിസോണ്ടൽ ജോയിൻസും ഫോം ചെയ്യും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ജോയിൻസ് ആ ഉള്ളത്, വേർട്ടിക്കൽ ജോയിൻസും ഹൊറിസോണ്ടൽ ജോയിൻസും, ഓർ ട്രാൻസ്വേഴ്സ് ജോയിൻസ് ഓർ ലോങ്റ്റിറ്റ്യൂഡിനൽ ജോയിൻസ്. ഇനി നമ്മളുടെ ഈ ഒരു സെക്ഷന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 to 30 സെന്റിമീറ്റർ വരെ നമ്മൾ കൊടുക്കും. ഒരു ജോയിന്റുകൾ തമ്മിലുള്ള, അതായത് ഹൊറിസോണ്ടൽ ജോയിന്റ്സ് തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. ഇനി ഈ സ്റ്റാഗേർഡ് ഓരോ ജോയിന്റ്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റാഗറിംഗ് പോർഷൻ എന്ന് പറഞ്ഞാൽ 0.75 മീറ്റർ ആണ്. ഫൗണ്ടേഷൻ റോക്കി ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എലിവേഷൻ ഓഫ് ആൻ അപ്സ്ട്രീം ഫേസ് ഓഫ് എ ഡാം. നെക്സ്റ്റ് ഈസ് വേരിയസ് കമ്പോണൻസ്. നമുക്കിനി ഓരോ കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഷിയർ കീ ഓർ ഇറ്റ് ഈസ് കോൾഡ് കീ വേസ്. നമ്മൾ ജോയിൻസ് ഹൊറിസോണ്ടൽ ജോയിൻസും വേർട്ടിക്കൽ ജോയിൻസും ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഫൗണ്ടേഷനിൽ ബ്ലോക്ക് ആയിട്ട് മതി. ഇൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ബ്ലോക്കുകൾ തമ്മിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഒക്കർ ചെയ്യും. നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ അല്ലെ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. സോ ഷിയർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർട്ടിക്കൽ ജോയിൻസിന്റെ ഇടയിലും ഷിയർ കീ കൊടുക്കും, ഹൊറിസോണ്ടലിന്റെ ഇടയിലും നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് വെർട്ടിക്കൽ സെക്ഷന്റെ ഇടയിൽ ഹൊറിസോണ്ടൽ ഷിയർ കീ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്യാരി ഷിയർ ഫ്രം വൺ സെക്ഷൻ ടു ദ അഡ്ജസൻറ്റ് വൺ ആൻഡ് മേക്ക് ദ ഡാം ആക്ട് ആസ് എ മോണോലിത്തിക് സ്ട്രക്ചർ. നമുക്ക് ഡാം ഒരു മോണോലിത്തിക് സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഷിയറിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു സെക്ഷനിൽ നിന്ന് ഒരു സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ട്രാൻസ്വേഴ്സ് വെർട്ടിക്കൽ ജോയിൻസിന്റെ ഇടയിൽ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഷിയർ കീ നമ്മൾ ഹൊറിസോണ്ടൽ അല്ലെ ലോങ്റ്റിറ്റ്യൂഡിനൽ ജോയിൻസിന്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്രാൻസ്മിറ്റ് വേർട്ടിക്കൽ ഷിയറിംഗ് സ്ട്രെസ്സസ് അക്രോസ് ദ സെക്ഷൻ. വേർട്ടിക്കൽ ഷിയറിംഗ് സ്ട്രെസ്സസ് അക്രോസ് ദ സെക്ഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ ലോങ്റ്റിറ്റ്യൂഡിനൽ ഇടയിൽ ഷിയർ കീസ് പ്രൊവൈഡ്
ചെയ്യുന്നത്. ഇനി നമ്മളുടെ ലോങ്റ്റിറ്റ്യൂഡിനൽ ഷിയർ കീ ആണെങ്കിലും ട്രാൻസ്വേഴ്സ് വെർട്ടിക്കൽ ജോയിൻസ് ഷിയർ കീ ആണെങ്കിലും നമുക്ക് ഗ്രൗട്ട് ചെയ്തിട്ടായിരിക്കണം ഇതിനകത്തേക്ക് എംബഡ് ചെയ്യാനായിട്ട്. അതായത് ഗ്രൗട്ട് ചെയ്തിട്ട് വേണം നമ്മളുടെ ഇതിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. സോ ഇതാണ് നമ്മളുടെ ഫിഗർ. ശരിക്കും നമ്മൾ ഈ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫോമിൽ കൊടുക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീ ആണ്. ദിസ് ഇസ് ട്രയാങ്കുലർ കീ. ട്രയാങ്കുലർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, നമ്മുടെ ജോയിന്റിന്റെ ഇടയിൽ കീ ട്രയാങ്കിൾ ഫോമിലായിരിക്കും കീ. ദിസ് ഈസ് അപ്സ്ട്രീം ഫേസ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം ഫേസ്. സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണിത്. ജോയിന്റിന്റെ ഇടയിൽ നമ്മൾ ഗ്രൗട്ട് ചെയ്തിട്ടായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും നമ്മുടെ ഷിയർ കീ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ട്രപ്പീസോയിഡൽ കീ. ട്രപ്പീസോയിഡൽ ഷേപ്പിലായിരിക്കും. ഇനി നമുക്ക് റെക്ടാങ്കുലറും ട്രയാങ്കുലർ കീ തന്നെ ഒരൊറ്റ ഫേസിൽ തന്നെ കൊടുക്കാം. അതായത് അപ്പുറം ഇപ്പുറമായിട്ട് കൊടുക്കാതെ സിംഗിൾ ഫേസിൽ തന്നെ രണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കമ്പോണന്റ് ഈസ് വാട്ടർ സ്റ്റോപ്സ്. വാട്ടർ സ്റ്റോപ്സ് നമ്മൾ ട്രാൻസ്വേഴ്സ് ജോയിൻസിലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ജോയിൻസിലും ഇൻ കോൺക്രീറ്റിലും നമ്മൾ അഡ്ജസൻറ്റ് ടു ദ അപ്സ്ട്രീം ഫേസ് ഓഫ് ദ ഡാമിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ ജോയിൻസിന്റെ കൂടെയും വേർട്ടിക്കൽ ജോയിൻസിന്റെ കൂടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ശരിക്കും ഈ ഓപ്പണിംഗ് ഓഫ് വേർട്ടിക്കൽ ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണെങ്കിലും ലോങ്റ്റിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ് ഡാമിന്റെ എങ്കിലും രണ്ടിന്റെയും കൂടെ നമ്മൾ വാട്ടർ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം സീല് ചെയ്യാതെ കൊടുക്കാൻ പാടില്ല. സീല് ചെയ്യാതെ കൊടുത്താൽ നമുക്ക് സീപ്പേജ് ഓഫ് വാട്ടർ ത്രൂ ദ ഡാം ബോഡി ഉണ്ടാവും. സോ നമ്മൾ എപ്പോഴും സീൽ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇത് എങ്ങനെ സീൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസിങ് മെറ്റൽ സ്ട്രിപ്സോ റബ്ബറോ PVCയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ സീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആസ്ഫാൾട്ട് വാട്ടർ സ്റ്റോപ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സ്റ്റീൽ ചെയ്തിട്ട് മാത്രമേ നമ്മൾ വാട്ടർ സ്റ്റോപ്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ഈസ് ഗാലറീസ് ഇൻ ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമിലെ ഗാലറീസിനെ പറ്റിയാണ് പറയുന്നത്. ഗാലറീസ് എന്ന് പറയുമ്പോൾ ഡാമിന്റെ ബോഡിയിൽ തന്നെയായിരിക്കും നമ്മൾ ഗാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമ്മൾ ഗാലറീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ഗാലറീസ് തന്നെ നമുക്ക് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും ട്രാൻസ്വേഴ്സ്ലി കൊടുക്കാന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ ഡാം ആക്സിസ്, അതുപോലെ തന്നെ നമുക്ക് ലോങ്റ്റിറ്റ്യൂഡിനലായിട്ടും പ്രൊവൈഡ് ചെയ്യാം. അതായത് പാരലൽ ടു ദ ഡാം ആക്സിസ് ആയിരിക്കും. ലോങ്റ്റിറ്റ്യൂഡിനലി അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ്ലി നമുക്ക് ഗാലറീസ് പ്രൊവൈഡ് ചെയ്യാം ഡാമിന്റെ ബോഡിക്ക് ഉള്ളിൽ. ഓക്കെ, ശരിക്കും ഇതൊരു ഓപ്പണിംഗ് ആണ്. ഹൊറിസോണ്ടൽ അല്ലെ ഒരു സ്ലോപ്പിംഗ് ഓപ്പണിംഗ് ആണ് ഗാലറി എന്ന് പറഞ്ഞാൽ. ടൈപ്സ് ഓഫ് ഗാലറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ടേഷൻ ഗാലറി, സെക്കൻഡ് വൺ ഈസ് ഇൻസ്പെക്ഷൻ ഗാലറി. രണ്ട് ടൈപ്പ് ഗാലറി ആണുള്ളത്, ഫൗണ്ടേഷൻ ഗാലറി ആൻഡ് ഇൻസ്പെക്ഷൻ ഗാലറി. ഫൗണ്ടേഷൻ ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസ്, സിംഗിൾ പർപ്പസ് അല്ലെങ്കിൽ മോർ ദാൻ വൺ പർപ്പസ്, ഒന്നിൽ വൺ പർപ്പസിനല്ലേ മോർ ദാൻ വൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഗാലറി കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റോക്കി ഫൗണ്ടേഷന്റെ മുകളിലായിട്ട് നമ്മൾ ഗാലറി കൊടുക്കുന്നത് ഡ്രെയിൻ ഓഫ് ദ വാട്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് ഗാലറിയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഗാലറി അല്ലെ ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്സ്ട്രീം ഫേസിന്റെ, ഡാമിന്റെ അപ്സ്ട്രീം ഫേസിന് നിയർ ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ലോങ്റ്റിറ്റ്യൂഡിനലി ആയിരിക്കും കൊടുക്കുന്നത്. ഏത് ഡ്രെയിനേജ് ഗാലറി അല്ലെ ഫൗണ്ടേഷൻ ഗാലറി എന്ന് പറഞ്ഞാൽ ലോങ്റ്റിറ്റ്യൂഡിനലി ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിയർ ടു ദ അപ്സ്ട്രീം ഫേസ് ഓഫ് ദ ഡാമിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 into 2.2 മീറ്റർ വരെയും അല്ലെങ്കിൽ അത് തൊട്ട് 1.8 മീറ്റർ into 2.4 മീറ്റർ വരെയും നമുക്ക് സൈസ് വേരി ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് ഇൻസ്പെക്ഷൻ ഗാലറി. ഇൻസ്പെക്ഷൻ ഗാലറി എന്ന് പറഞ്ഞാൽ ഒറ്റ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ഗാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ഗാലറീസ് ഡാമിന്റെ ഇന്റീരിയർ ബോഡിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരൊറ്റ പേർപ്പസ് ആണ്, ദാറ്റ് ഈസ് ഇൻസ്പെക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഏത് എലിവേഷനിലും വേണേലും നമുക്ക് ഇൻസ്പെക്ഷൻ ഗാലറീസ് പ്രൊവൈഡ്. ഓക്കെ, ഇന്റീരിയർ ഓഫ് ദ ഡാമിലായിരിക്കും നമ്മൾ ഇൻസ്പെക്ഷൻ ഗാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഡാമിന്റെ ഗാലറീസ്, അത് ഫൗണ്ടേഷൻ ഗാലറി ആണെങ്കിലും ഇൻസ്പെക്ഷൻ ഗാലറി ആണെങ്കിലും നമ്മൾ കോൺക്രീറ്റിലാണ് കൂടുതലായിട്ടും കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അപ്പം ഇതിനെ പ്ലേസ് ചെയ്യുന്നതും ഇതിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നതും ഗാലറിയുടെ ഫംഗ്ഷനെയും ഡാമിന്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡാമിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡാം ഏത് സൈസിൽ കൊടുക്കണം, ഏത് ടൈപ്പിൽ കൊടുക്കണം എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗാലറിയുടെ ഫംഗ്ഷനെയും ഡാമിന്റെ സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഡാം വലുതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരും ഡാം ഗാലറീസ്. ഓക്കെ, ഡാം ഗാലറീസ് കോൺക്രീറ്റിംഗിലാണ്. ഇനി 3 ടൈപ്പിൽ നമ്മൾ ഡാം ഗാലറീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് ഡാം ഗാലറീസ്. ദിസ് ഈസ് റെക്ടാങ്കുലർ ഗാലറി, സർക്കുലർ ഗാലറി ആൻഡ് ഓവൽ ഷേപ്ഡ് ഗാലറി. ഇത് ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെക്ടാങ്കുലർ, സർക്കുലർ ആൻഡ് ഓവൽ ഷേപ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് റെക്ടാങ്കുലർ ഗാലറി എന്ന് പറഞ്ഞാൽ. ഇതാണ് ഡ്രെയിനേജ് ട്രഫ്.
സർക്കുലർ ഗാലറി സർക്കുലർ ആയിരിക്കും, ഡയമീറ്റർ ഉണ്ടാവും. ആൻഡ് ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു വാക്ക് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഔട്ട് സൈഡിൽ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കും. ഈ വാക്ക് വേയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓവൽ ഷേപ്ഡ്. ഓവൽ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ഓവൽ ഷേപ്ഡ് ഗാലറി എന്ന് പറയുന്നത്. സോ ഇതിനകത്തും ഒരു വാക്ക് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ അടിയിലായിട്ട് കോൺക്രീറ്റ് ലേഡ് ഓവൽ ഷേപ്ഡ്. 3 ടൈപ്സ് ഓഫ് ഡാം ഗാലറീസ് ആണ്: റെക്ടാങ്കുലർ ഗാലറി, സർക്കുലർ ഗാലറി ആൻഡ് ഓവൽ ഷേപ്ഡ് ഗാലറി. ഈ ഒരു സെഷനിൽ നമ്മൾ കമ്പോണൻസ് നോക്കി. അതിന് മുന്നായിട്ട് ജോയിൻസ്, ഹൊറിസോണ്ടൽ ജോയിൻസും വേർട്ടിക്കൽ ജോയിൻസും ഗ്രാവിറ്റി ഡാമിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ കമ്പോണൻസ്, ഷിയർ കീയും വാട്ടർ സ്റ്റോപ്സിനെ പറ്റി പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗാലറി ആണ്. എന്താണ് ഗാലറി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാലറി. ഫൗണ്ടേഷൻ ഗാലറി ഉണ്ട്, ഇൻസ്പെക്ഷൻ ഗാലറി ഉണ്ട്. അത് തന്നെ നമ്മൾ 3 രീതിയിലാണ് കൊടുക്കുന്നത്: റെക്ടാങ്കുലർ, സർക്കുലർ ആൻഡ് ഓവൽ ഷേപ്ഡ് ഗാലറീസ്. For more references, refer these textbooks of hydraulic structures. Thank you.